ഒരു ഇരുണ്ട രാത്രി. ആകാശം കറുത്ത മേഘങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. 10,000 അടി ഉയരത്തിൽ ഒരു വിമാനം നൂറുകണക്കിന് യാത്രക്കാരുമായി മുന്നോട്ട് കുതിക്കുന്നു. പെട്ടെന്ന് ധടാ! ഒരു ഭീമൻ മിന്നൽ വിമാനത്തിൽ പതിക്കുന്നു. ഒരു നിമിഷം മുഴുവൻ വിമാനം വെളിച്ചത്തിൽ മുങ്ങുന്നു. യാത്രക്കാർ ഞെട്ടുന്നു. ചിലരുടെ ഹൃദയം നിമിഷനേരം നിശ്ചലമാകുന്നു. കാരണം എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു ചോദ്യം: ഇനി വിമാനം തകർന്നു വീഴുമോ? പക്ഷേ ഇവിടെയാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന സത്യം. മിന്നൽ വിമാനത്തിൽ പതിക്കുന്നത് വളരെ അപൂർവമായ കാര്യമല്ല. വാസ്തവത്തിൽ ഒരു വാണിജ്യ വിമാനത്തിന് ശരാശരി വർഷത്തിൽ ഒരിക്കലെങ്കിലും മിന്നലേൽക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ടും ഭൂരിഭാഗം യാത്രക്കാരും അതറിയാറുപോലുമില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം വിമാനം ഒരു ഭീമൻ ഫാരഡേ കേജ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. മിന്നലിന്റെ അതിശക്തമായ വൈദ്യുതി വിമാനത്തിന്റെ പുറം ഭാഗത്തിലൂടെ സഞ്ചരിച്ച് മറ്റൊരു ഭാഗത്തു നിന്ന് പുറത്തേക്ക് പോകും. അതിനാൽ യാത്രക്കാർ സുരക്ഷിതരായിരിക്കും. പക്ഷേ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ വൈദ്യുതാഘാതങ്ങളിലൊന്നായ മിന്നൽ, ദശലക്ഷക്കണക്കിന് വോൾട്ട് വൈദ്യുതി ആകാശത്ത് പറക്കുന്ന ഒരു വിമാനത്തിൽ നേരിട്ട് പതിക്കുന്നു. എന്നിട്ടും ആ വിമാനം ഒന്നും സംഭവിക്കാത്തതുപോലെ യാത്ര തുടരുന്നു. അതാണ് ആധുനിക എഞ്ചിനീയറിംഗിന്റെ ശക്തി. അടുത്ത തവണ നിങ്ങൾ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ജനലിലൂടെ മിന്നൽ കാണുകയാണെങ്കിൽ ഭയക്കേണ്ട. കാരണം മിന്നലിനെ തോൽപ്പിക്കാൻ തയ്യാറായാണ് ആ വിമാനം ആകാശത്തേക്ക് ഉയർന്നിരിക്കുന്നത്. പക്ഷേ ഒരു ചോദ്യം ഇപ്പോഴും ബാക്കിയുണ്ട്. മിന്നൽ വിമാനത്തിൽ പതിച്ചിട്ടും ഒന്നും സംഭവിക്കില്ലെങ്കിൽ ചരിത്രത്തിൽ ഒരിക്കലും മിന്നൽ കാരണം ഒരു വിമാനം തകർന്നിട്ടില്ലേ? ഉത്തരം: തകർന്നിട്ടുണ്ട്. 1963 ഡിസംബർ 8 അമേരിക്കയിലെ ഒരു തണുത്ത രാത്രി. പാൻ ആം ഫ്ലൈറ്റ് 214 ക്രാഷ് എന്ന യാത്രാവിമാനം മേഘങ്ങൾക്കിടയിലൂടെ പറക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു ശക്തമായ മിന്നൽ വിമാനത്തിൽ പതിച്ചു. ആദ്യ നിമിഷങ്ങളിൽ ഒന്നും അസാധാരണമല്ലെന്ന് തോന്നി. പക്ഷേ ഏതാനും സെക്കൻഡുകൾക്കകം വിമാനത്തിന്റെ ഇന്ധന ടാങ്കിൽ തീപിടിച്ചു. തീ അതിവേഗം പടർന്നു. അല്പസമയത്തിനുള്ളിൽ വിമാനം വായുവിൽ വെച്ച് തകർന്നു വീണു. ആ ദുരന്തത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരണപ്പെട്ടു. ഈ സംഭവം ലോകത്തെ ഞെട്ടിച്ചു. കാരണം അതുവരെ പലരും വിശ്വസിച്ചിരുന്നത് മിന്നൽ വിമാനത്തിന് വലിയ അപകടമുണ്ടാക്കില്ല എന്നായിരുന്നു. എന്നാൽ അന്വേഷണത്തിൽ കണ്ടെത്തിയ സത്യം അതിലും ഞെട്ടിക്കുന്നതായിരുന്നു. മിന്നൽ നേരിട്ട് വിമാനം തകർത്തതല്ല. മിന്നൽ സൃഷ്ടിച്ച വൈദ്യുത സ്പാർക്ക് ഇന്ധനവാതകത്തിന് തീപിടിക്കാൻ കാരണമായി. ആ സംഭവത്തിന് ശേഷം വിമാന രൂപകൽപ്പനയിൽ വലിയ മാറ്റങ്ങൾ വന്നു. ഇന്ധന ടാങ്കുകൾ കൂടുതൽ സുരക്ഷിതമാക്കി. മിന്നൽ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കി. പരിശോധനകൾ കൂടുതൽ കർശനമാക്കി. അതിന്റെ ഫലമെന്തായി? ഇന്ന് ഓരോ വാണിജ്യ വിമാനവും മിന്നലിനെ നേരിടാൻ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇന്നും വർഷം തോറും ആയിരക്കണക്കിന് വിമാനങ്ങൾക്ക് മിന്നലേൽക്കുമ്പോഴും അപകടങ്ങൾ അത്യപൂർവമായിരിക്കുന്നത്.